അപ്പം ഇന്ന് നമ്മൾ ബട്ടൂരയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 സ്പൂൺ പഞ്ചസാര, പിന്നെ തൈര്, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ആ ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂണ്, കുറച്ചേ വേണ്ടുള്ളൂ, ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ ഓയിലും ഒഴിച്ചു കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുകളിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം. ഒരു നനഞ്ഞ തുണി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുടി വെച്ചിട്ടോ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 1.5-2 മണിക്കൂർ ഇതേപോലെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ചന മസാല റെഡിയാക്കാം. ഈ കടലയാണ് എടുത്തിരിക്കുന്നത്, വെള്ളക്കടല. ഇതുകൊണ്ട് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ വേവിച്ചെടുക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷർ പോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ അരച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. 2 സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അതേപോലെ തക്കാളി അരച്ചെടുക്കണം. അപ്പം നമ്മൾ വലിയ ഉള്ളി 2 എണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തക്കാളി 2 എണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഗരം മസാല. ഇതൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചന മസാല എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാത്തവർ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അതേപോലെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്താൽ മതി. ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കടല വേവിച്ച് വെച്ചേന്ന് ഒരു 3 സ്പൂൺ എടുത്തിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ വേണം. പിന്നെ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും പേസ്റ്റാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം.
ചെറിയ ജീരകം ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ സവോള പേസ്റ്റ് ഈ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് തന്നെ നന്നായിട്ടായിട്ടുണ്ട് സവോള. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചന്ന മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. ചന്ന മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തക്കാളി പേസ്റ്റാക്കി വെച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അപ്പുറത്തത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം. നമ്മൾ ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തുള്ളൂ, പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇറച്ചി വെച്ചേ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ
ബട്ടൂരയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. കുറച്ച് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ാക്കി മാറ്റി വയ്ക്കാം. ഞാനിതിൽ ഇത്തിരി എണ്ണ പരട്ടി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. ഇതേപോലെ എല്ലാതും ഉരുളകളാക്കി എടുക്കാം. അപ്പം നമ്മൾ ആ മാവ് എല്ലാതും ഇതേപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഓരോന്നെടുത്ത് പരത്തിയിട്ട് അടച്ചു വയ്ക്കുക. മാവിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൊടിയൊന്ന് തട്ടി കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കയ്യിൽ ഓട്ടച്ചട്ടുകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം നൈസാവാൻ പാടില്ല, കുറച്ച് ഒരു കട്ടി വേണം. നൈസായ വേഗം പൊട്ടും നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ. പിന്നെ നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് എണ്ണ താഴ്ത്തിയിട്ട് കൊടുക്കണം. എന്നിട്ട് എണ്ണ അങ്ങനെ മുകളിലേക്കൊന്ന് തെളിച്ച് കൊടുത്താൽ പൊള്ളച്ച് വരും. നമ്മുടെ ബട്ടൂരയും ചന മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഈ ചന മസാലയുടെ മുകളിലേക്ക് കുറച്ച് വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടൂരയാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.